ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേര് മാത്സ് പ്ലസ് എന്നാണ്. നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നമ്മുടെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സിമ്പിളായിട്ടുള്ള ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു ആഡ്സ് വാച്ച് ചെയ്യുക, അതിനുശേഷം നമുക്കൊരു മാത്സ് പ്രോബ്ലം അവർ തരും. സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മാത്സ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മാത്സ് അവർ തരും. അപ്പോൾ ഇതിൽ കാണാം 11 - 10 എന്നൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് തിരഞ്ഞെടുത്താൽ നമുക്ക് ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. വളരെ ചെറിയ ആഡ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. ഏകദേശം ഒരു 30 സെക്കൻഡോ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് വാച്ച് ചെയ്ത് അടുത്തൊരു പ്രോബ്ലം കിട്ടുന്നതാണ്. അത് സോൾവ് ചെയ്താൽ അടുത്ത എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവും. ഇത് ആക്ച്വൽ മണി അല്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ആഡ് ആവുന്നത് കോയിൻസ് ആണ്. ഇത് 24 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ വാലറ്റിലേക്ക് മണിയായിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഒരുപാട് രീതിയിലും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതായത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ, സർവേ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിലൂടെ എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അടുത്ത പ്രോബ്ലം വന്നിട്ടുണ്ട്. 5 + 5 എത്രയാണെന്ന് 10. ആ ഒരു രീതിയിലാവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലുണ്ടാവില്ല. ഇപ്പോൾ ഒരു മാത്സ് അറിയാത്ത ഒരാൾക്ക് പോലും ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതായത് മാത്സ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്സിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നുള്ള ആ ഒരു ബേസിക് നോളജ്, അതായത് കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സേ വരുള്ളൂ. മാക്സിമം പോയാൽ 20 വരെയുള്ള നമ്പേഴ്സ്, അതിൻ്റെ ഇടയിലുള്ള എമൗണ്ട്സേ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ഇതിൽ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡ്സ് വരാനായി മുൻകൂട്ടി നമ്മൾക്ക് ടിക്കറ്റ് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടി ഉണ്ട് ഇതിൽ. ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ വാച്ച് ആഡ് എന്ന് കൊടുത്താൽ നമുക്ക് ഒരു ആഡ് വാച്ച് ചെയ്യുന്നതിലൂടെ 2 ടിക്കറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഇത്ര മിനിറ്റ് യൂസ് ചെയ്താൽ ഇത്ര എമൗണ്ട്, ആ രീതിയിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഓരോ ആപ്ലിക്കേഷൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ആ ഓരോ ആപ്ലിക്കേഷനും ഞാൻ എത്ര ഏൺ ചെയ്ത് എന്നും കൂടെ ഇതിൽ കാണുന്നുണ്ട്. ഇത് ഓരോ ആപ്ലിക്കേഷൻ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണിത്. മുമ്പ് പറഞ്ഞല്ലോ, കൊച്ചു കൊച്ചു ടാസ്കുകളും അതുപോലെ തന്നെ സർവേകളൊക്കെ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം. ന്യൂ യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫറാണ്. അവരുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ടെലഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്ത് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ലീഡർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഡെയിലി ഏൺ ചെയ്യുന്ന എമൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്ത ആൾക്ക് നിങ്ങൾക്ക് അതിൽ കാണാം 35 രൂപയാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്ത ആൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു ഗെയിം പ്ലേ ചെയ്യുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കോയിൻസ്, അതായത് 3000 കോയിൻസ്, 8000 കോയിൻസ്, അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു ടാസ്കിലൂടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെക്കോർഡൊന്ന് കാണിച്ചു തരാം. ഞാൻ അതുവഴി ഏതൊക്കെ ടാസ്കുകളാണ് ഇൻസ്റ്റാൾ ചെയ്ത്. അതുപോലെ തന്നെ എനിക്ക് റിവാർഡ് ലഭിച്ചത് നിൽക്കുകയാണ് 1500, 6000, 2100. ആ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സെക്ഷനിൽ നിന്നും ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ വിഡ്രോവൽ ഹിസ്റ്ററി കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി 2 പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുണ്ട്. മിനിമം നമുക്ക് വിഡ്രോവൽ എമൗണ്ട് ആയിട്ട് വരുന്നത് 70 രൂപയാണ്. 2 പ്രാവശ്യം ഞാൻ എൻ്റെ UPIയിലോട്ട് അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങളിവിടെ കാണുന്നത്. 70 രൂപ എന്ന് പറഞ്ഞിട്ട് 5 ഡേയ്സ് എഗോ അല്ലെങ്കിൽ 19 ഡേയ്സ് എഗോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ മിനിമം വിഡ്രോവൽ ഞാൻ പറഞ്ഞു 70 രൂപയാണ്. പിന്നെ 140, 210, 380, 70, 700 ആ രൂപത്തിലാണ് ഈ ഒരു എമൗണ്ട് പോകുന്നത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയ. ഇപ്പോൾ എൻ്റെ വാലറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം 5 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്ത്. ഇന്നാണ് ഞാൻ വിഡ്രോ ചെയ്തത്. അതാണ് 5 രൂപ എന്ന് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും.